നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 നവംബർ 8, 9 തീയതികളിൽ കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ നവംബർ 8 രാവിലെ 11:14 AM മുതൽ നവംബർ 10 ഉച്ചയ്ക്ക് 1:03 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. കന്യാരാശിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരേ ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ, ശനി. അപ്പോൾ അത് നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ദയവേത് ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യ നമ്പറുകൾ, ഭാഗ്യ ഡേറ്റുകൾ, ഭാഗ്യ നക്ഷത്രങ്ങൾ ഇവയൊക്കെ അറിയാൻ ഞാനുമായിട്ട് ബന്ധപ്പെട്ട വാട്സാപ്പിൽ. അപ്പോൾ ഇവിടെ വ്യാഴം, ചന്ദ്രൻ, കേതു, സർപ്പം, ചൊവ്വ, ശുക്രൻ, ഇങ്ങനെ 6 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. പിന്നെ 2 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും ഫലം തരും. അപ്പോൾ പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാവും. ഭൗതിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഗൃഹലാഭം, വാഹനലാഭം, വസ്ത്രലാഭം, ആഭരണ ലാഭം, ശയനസുഖം, ഭക്ഷണസുഖം, അങ്ങനെയൊക്കെയുള്ള ഭൗതിക സുഖങ്ങൾ നിങ്ങൾക്ക് അനുഭവവേദ്യമാവും. അത് ഞങ്ങൾ പറയുന്നത് വ്യാഴവും ശുക്രനും ഇവിടെ അനുകൂലമാണ്. അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ, ഭാഗ്യപരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഓഹരി വിപണി, അതുപോലെ തന്നെ ചിട്ടി, അതുപോലെ തീർച്ചയായിട്ടും ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഭാഗ്യാനുഭവങ്ങളുണ്ടാവും. അത് സർപ്പം അഥവാ രാഹു ഇവിടെ നിങ്ങൾക്ക് 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് അതിശക്തമായിട്ട് നിൽക്കുകയാണ്. ഈ സർപ്പമൊക്കെ അനുകൂലമാകുന്നത് 3 ഭാവങ്ങളിൽ മാത്രമേ ഉള്ളൂ, 3, 6, 11. അപ്പോൾ ഇതൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന അവസരങ്ങളാണ്. അതിൻ്റെ കൂടെ മറ്റ് ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണ്. അതുപോലെ തന്നെ പൂർവിക സ്വത്ത് ലഭിക്കാം. അത് പറയുന്നത് സർപ്പം അഥവാ രാഹു ഈ പൂർവികരുടെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് കൊണ്ടുവരുന്നത് ചൊവ്വയാണ്. അതും ഇവിടെ അനുകൂലമാണ്. അപ്പോൾ ചൊവ്വയും സർപ്പവും അനുകൂലമായതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത് പൂർവിക സ്വത്ത് ലഭിക്കാം. അതല്ലെങ്കിൽ നേരത്തെ കിട്ടിയ പൂർവിക സ്വത്തിൽ നിന്ന് കൃഷി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ അല്ലെങ്കിൽ അത് പണയം വെച്ച് ലോൺ കിട്ടുകയോ അങ്ങനെയൊക്കെയുള്ള ധനവരവുണ്ടാകും. അതെന്ന് പറയുമ്പോൾ ഈ ഭൂമി ക്രയവിക്രയങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ലക്ഷങ്ങളും കോടികളുമൊക്കെ നിങ്ങൾക്ക് കൈവന്നേക്കാം. ഓക്കെ. അതുപോലെ തന്നെ ചന്ദ്രൻ ഇവിടെ അനുകൂലമാണ്, വ്യാഴം അനുകൂലമാണ്, ശുക്രൻ അനുകൂലമാണ്. അപ്പോൾ നമുക്ക് ഫലം പറയുന്നത് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങും. ഏറെക്കുറെ അവ ശമിക്കുകയും ചെയ്യും, പരിഹരിക്കപ്പെടുകയും ചെയ്യും. പിന്നെ ചൊവ്വ കൊണ്ടുള്ള നേട്ടങ്ങൾ,
അതിവിടെ 3-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ സാധ്യത. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൊതുവെ ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കുമൊക്കെ അവസരം വരും. അത് ഞങ്ങൾ പറയുന്നത് ചൊവ്വ, ശുക്രൻ, വ്യാഴം ഇത് 3ഉം അനുകൂലമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ തീർച്ചയായിട്ടും പൊതുവിൽ ധനവരവ് കൂടിയിരിക്കും. എല്ലാ മേഖലയിലും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പിന്നെ ശനി കൊണ്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് 7-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ 7-ാം ഭാവം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ വിവേകപൂർവ്വം പരിഹരിക്കുക. പിന്നെ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് പാർവതിയും കൂടി ഉള്ള ഒരു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. എല്ലാ ദിവസവും പറ്റുന്ന ദിവസങ്ങളൊക്കെ വഴിപാട് നടത്തുക. പൊതുവെ കന്നിരാശിക്ക് നവംബർ 8-ന് രാവിലെ 11:14 AM മുതൽ നവംബർ 10-ന് ഉച്ചയ്ക്ക് 1:03 PM വരെ വളരെയധികം അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ്. അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. പിന്നെ 10-ന് ശേഷം ഈ നിങ്ങൾക്ക് ചന്ദ്രൻ ലാഭസ്ഥാനത്ത് വരും. അതും സ്വക്ഷേത്രപരമായിട്ട്. അപ്പോൾ ഈ 10-ാം തീയതി കഴിയും 2-3 ദിവസം നല്ലതായിരിക്കും. പൊതുവെ എല്ലാവർക്കും, കന്നിരാശിക്ക് മാത്രമല്ല വെളിച്ചച്ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.